ഓക്കെ, നമ്മൾ പറഞ്ഞത് ഇന്ന് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണ് എന്നുള്ളതാണ്. അതായത് ഒരു ആറ്റത്തിന്റെ ബോണ്ടഡ് ആറ്റത്തിന്റെ ടെൻഡൻസിയാണ്. ഇറ്റ് ഈസ് ദ ടെൻഡൻസി ടു അട്രാക്ട് ദ ഷെയർഡ് പെയർ ഓഫ് ഇലക്ട്രോൺസ് ടുവേർഡ്സ് ഇറ്റ്സെൽഫ്. ബോണ്ടഡ് ആറ്റത്തിന്റെ ടെൻഡൻസിനെയാണ്, ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസിനെയാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റിയും ഇലക്ട്രോൺ അഫിനിറ്റിയും ഓൾമോസ്റ്റ് സിമിലർ ആണ്. കാരണം രണ്ടും എന്താ ചെയ്യുന്നത്, ഇലക്ട്രോണിനെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യാണ് രണ്ടിലും വരുന്നത്. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത് അത് ഐസൊലേറ്റഡ് ആറ്റത്തിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ബട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി ബോണ്ടഡ് ആറ്റത്തിന്റെ പ്രോപ്പർട്ടിയാണ്. അതാണ് ഓർത്ത് വെക്കേണ്ടത്. ഇവിടെയാണെങ്കിൽ ഐസൊലേറ്റഡ് ആറ്റമാണ്, ഇലക്ട്രോനെഗറ്റിവിറ്റിയിലാണെങ്കിൽ ബോണ്ടഡ് ആറ്റമാണ്. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റിനെ എഫക്ട് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. Factors affecting electronegativity. Factors that affects electronegativity. Okay. അതില് ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് സൈസ് ആണ്. സൈസ് ഓഫ് ദ ആറ്റം. ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോഴും കുറയുമ്പോഴും ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെ മാറുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി സൈസ് കുറയുമ്പോൾ നമ്മളിന്ന് പറഞ്ഞു, സൈസ് കുറയുമ്പോൾ അട്രാക്ഷൻ എന്ത് ചെയ്യും, കൂടും അല്ലെ. സൈസ് കുറവുള്ള ആറ്റം ആർ മോർ ഇലക്ട്രോനെഗറ്റീവ്. ഇഫ് ദ സൈസ് ഓഫ് ദ ആറ്റം ഈസ് ലെസ് then it will be more electronegative than one with larger size. അപ്പൊ സൈസ് കുറയുന്ന കേസിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി will be very high. ഇതിന് കാരണം അട്രാക്ഷൻ കൂടും. സോ ഇറ്റ് അട്രാക്ട്സ് ദ ഇലക്ട്രോൺസ് ടുവേർഡ്സ് itself more easily. ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആഡ് ചെയ്യും. അങ്ങനെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടും. രണ്ടാമത്തെ ഇലക്ട്രോൺ അഫിനിറ്റിയാണ്. ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞതൊക്കെ നമുക്കറിയാം എന്താണ് ഇലക്ട്രോൺ അഫിനിറ്റി. അപ്പോൾ ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി ഉള്ള ഒരാൾക്ക്, ഹൈ ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ടേക്സ് ഇലക്ട്രോൺസ് ഈസി, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് ഈസി ആയിട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനത്തെ കേസിൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി വിൽ ബി വെരി ഹൈ. ഇലക്ട്രോൺസ് ഈസി ആയിട്ട് ആഡ് ചെയ്യുക പറഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വിൽ ബി വെരി ഹൈ അല്ലെ. ഇനി മൂന്നാമത്തെ അയണൈസേഷൻ എനർജിയാണ്. അയണൈസേഷൻ എനർജി ഹൈ അയണൈസേഷൻ എനർജി ആണെങ്കിൽ, അയണൈസേഷൻ എനർജി ഹൈ ആണെങ്കിൽ, ദാറ്റ് അയണൈസേഷൻ എനർജി ഹൈ എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. ദാറ്റ് വിച്ച് ഡസ് നോട്ട് ലൂസ് ഇലക്ട്രോൺസ്. ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. അതിന്റെ മീനിങ് എന്താ, ഇറ്റ് ഈസ് ഹാവിങ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി. അയണൈസേഷൻ എനർജി കൂടുമ്പോൾ എന്താ, ഇലക്ട്രോൺസ് പോവാൻ ഡിഫിക്കൾട്ടാണ് അല്ലെ, ഇലക്ട്രോൺസിനെ റിമൂവ് ചെയ്യാൻ ഡിഫിക്കൾട്ടാണ്. സോ അതിന് എന്തുണ്ട്, ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ ആയിരിക്കും. ഇനി ഇതേപോലെ ഷീൽഡിംഗ് എഫക്റ്റ്. നാലാമത്തെ ഷീൽഡിംഗ് എഫക്റ്റ് ആണ്. ഷീൽഡിംഗ് എഫക്റ്റ് അല്ലെ. ഷീൽഡിംഗ് എഫക്റ്റ് കൂടുക മീൻസ്, ഷീൽഡിംഗ് എഫക്റ്റ് ഹൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂക്ലിയർ അട്രാക്ഷൻ, വാലൻസ് ഇലക്ട്രോണുമായിട്ടുള്ള ന്യൂക്ലിയർ അട്രാക്ഷൻ എന്തായിരിക്കും, ലോവർ ആയിരിക്കും. ലോവർ അട്രാക്ഷൻ ആയിരിക്കും. ഷീൽഡിംഗ് എഫക്റ്റ് ഹൈ മീൻസ് ലോവർ attraction which means electronegativity will be very low. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഷീൽഡിംഗ് എഫക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ലോവർ അട്രാക്ഷൻ ആയിരിക്കും. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ലോവർ ആയിരിക്കും. ഇനി അഞ്ചാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഹൈബ്രിഡൈസേഷൻ ആണ്. ഹൈബ്രിഡൈസേഷൻ ഇവിടെ നമ്മള് എസ് ക്യാരക്ടറിന്റെ ബേസിലാണ് ഹൈബ്രിഡൈസേഷൻ പറയുന്നത്. അപ്പോ എസ് ക്യാരക്ടർ കൂടുന്ന കേസില് ഇലക്ട്രോനെഗറ്റിവിറ്റി, എസ് ക്യാരക്ടർ ഇൻക്രീസസ്, ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓൾസോ ഇൻക്രീസസ്. ഇഫ് എസ് ക്യാരക്ടർ ഇൻക്രീസസ്, ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓൾസോ ഇൻക്രീസസ്. അപ്പോ sp ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, sp2 ഹൈബ്രിഡൈസേഷൻ ഉണ്ട്, sp3. ഇവിടെ എസും പിയും ഈക്വൽ എമൗണ്ടിലാണ്, 50-50 അല്ലെ. അപ്പൊ ഇവിടെയാണ് എന്ത് വരുന്നത്, എസ് ക്യാരക്ടർ കൂടുതൽ. സോ ഇതിനെന്തായിരിക്കും, ഹൈ ആയിരിക്കും ഇലക്ട്രോനെഗറ്റിവിറ്റി. ദെൻ sp2, ദെൻ sp3. അപ്പൊ ഓർഡർ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത് sp ഗ്രേറ്റർ ദാൻ sp2 ഗ്രേറ്റർ ദാൻ sp3. ഇനി വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത്, ആറാമത്തെ ഫാക്ടർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഓക്സിഡേഷൻ
സ്റ്റേറ്റ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഒരാൾക്ക്, an atom which in higher oxidation state has a, അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസ് ചെയ്യും തോറും, ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ്, ഇറ്റ് ഹാസ് എ ഗ്രേറ്റർ ടെൻഡൻസി ടു അട്രാക്ട് ദ ഇലക്ട്രോൺ, സോ ഇറ്റ് ഈസ് മോർ ഇലക്ട്രോനെഗറ്റീവ് or the electronegativity increases. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ന്യൂക്ലിയസിന്റെ ചാർജ് അല്ലെ, ചാർജ് കൂടുന്നു, സൈസ് കുറയുന്നു. ചാർജ്, ന്യൂക്ലിയർ ചാർജ് അത് കൂടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 3+, 2+, അതായത് ഇങ്ങനെ Al3+, Al2+, വേണ്ട എ എന്നുള്ളത് എടുക്കുക, A3+, A2+, A+, അങ്ങനെ 3 ആൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്തു. A3+ ഉണ്ട്, A2+ ഉണ്ട്, A+ ഉണ്ട്. അപ്പൊ ഇതില് 3+നാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതൽ, ദെൻ 2+, ദെൻ പ്ലസ്. അപ്പൊ 3+നായിരിക്കും സൈസ് കുറവുള്ളത്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുക എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? അതിന് സൈസ് കുറവായിരിക്കും. അപ്പൊ ഇതിനായിരിക്കും എന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഹൈ. ഇതിന്റെ ഓർഡറിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ A3+ ഗ്രേറ്റർ ദാൻ A2+ ഗ്രേറ്റർ ദാൻ A+. ഇതായിരിക്കും എന്ത്? ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഓർഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് വേരിയേഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി അല്ലെങ്കിൽ ട്രെൻഡ്സ് ഇൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ട്രെൻഡ് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കണത്. അപ്പോ പീരീഡിലാണെങ്കിൽ പീരീഡിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി എങ്ങനെ വാരി ചെയ്യുന്നു എന്നുള്ളത്. പീരീഡിൽ എന്ത് ചെയ്യുന്നു? ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്, ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് അല്ലെ. ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. ഇതിന് കാരണം എന്തായിരിക്കും? ഇലക്ട്രോൺസ് സെയിം ഷെല്ലിൽ ആഡ് ചെയ്യുന്നു. പിന്നെ ലെഫ്റ്റ് നിന്ന് റൈറ്റിക്ക് പോകുമ്പോൾ അറ്റോമിക് സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്ത് വരികയാണ്. സൈസ് കുറയുമ്പോൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുന്നു. സൈസ് കുറയുമ്പോൾ എന്ത് ചെയ്യും? അട്രാക്ഷൻ കൂടും. ന്യൂക്ലിയസിന്റെ അട്രാക്ഷൻ, ദ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ്, ദ അട്രാക്ഷൻ ഇൻക്രീസസ്, സോ ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്. ഇനി ഇതേപോലെ തന്നെയാണ് ഗ്രൂപ്പിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിലെന്താ? പീരീഡില് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ്, സോ ഗ്രൂപ്പില് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. അതിന് കാരണം എന്തായിരിക്കും? ഗ്രൂപ്പിലാണെങ്കിൽ നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ് അല്ലെ. നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സോ ഇലക്ട്രോൺ തമ്മിലുള്ള അട്രാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നു. കാരണം സൈസ് എന്ത് ചെയ്യുന്നുണ്ട്? സൈസ് കൂടുന്നു. അപ്പൊ അട്രാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി കുറയുന്നു. അപ്പോ പീരീഡില് ഇലക്ട്രോനെഗറ്റിവിറ്റി ഇൻക്രീസസ് ആൻഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം ഗ്രൂപ്പില് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസസ്. ഇനി ഇലക്ട്രോനെഗറ്റിവിറ്റി വാല്യൂസ് കുറെ ആറ്റത്തിന്റെ കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2-3 സയന്റിസ്റ്റുമാര് അതിന്റെ സ്കെയിൽസ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻവെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനൊരു 2-3 അപ്രോച്ചുകൾ പറയുന്നുണ്ട്. 3 പേര് 3 രീതിയിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് 3 കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ലിനസ് പോളിംഗ്സ് സ്കെയിലാണ്. ആദ്യത്തെ വരുന്നത് ലിനസ് പോളിംഗിന്റെ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ആണ് ഫസ്റ്റ് പറയുന്നത്. ഇനി ലിനസ് പോളിംഗിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ ബേസ്ഡ് ഓൺ, ഇത് എന്തിനെ ബേസ് ചെയ്യുന്ന? ബോണ്ട് ഡിസോസിയേഷൻ എനർജീനെയാണ് ബേസിസ് ആക്കുന്നത്. അപ്പോ പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഈസ് ബേസ്ഡ് ഓൺ ബോണ്ട് ഡിസോസിയേഷൻ എനർജി. ഓക്കെ, ബോണ്ട് ഡിസോസിയേഷൻ എനർജീനെയാണ് ബേസ് ചെയ്യുന്നത്. ഇനി അതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ നമ്മളൊരു ഇക്വേഷൻ പറയും.
ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കേണ്ടത്. ആ ഇക്വേഷൻ ആണ് നമുക്ക് പഠിക്കേണ്ടത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്, ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു പോളിംഗ് സ്കെയിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് പ്രപ്പോർഷണൽ ടു എന്തിന് പ്രപ്പോർഷണൽ ആണ്? ദ പാർഷ്യൽ അയോണിക് ക്യാരക്ടർ. പാർഷ്യൽ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ കൂടുതൽ പറയും. പാർഷ്യൽ അയോണിക് ക്യാരക്ടർ. അപ്പൊ എന്താണ് ഓർത്തു വെക്കേണ്ടത്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് പാർഷ്യൽ അയോണിക് ക്യാരക്ടറിന് പ്രപ്പോർഷണൽ ആണ്. ഈ പാർഷ്യൽ അയോണിക് ക്യാരക്ടർ നമ്മൾ മെഷർ ചെയ്യുന്നത് പാർഷ്യൽ അയോണിക് ക്യാരക്ടറിന് പ്രപ്പോർഷണൽ ആയിരിക്കും. അപ്പൊ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. കൈ എന്നാ പറയാ. കൈ എ മൈനസ് കൈ ബി ഈസ് പ്രപ്പോർഷണൽ ടു റൂട്ട് ഇൻറ്റു ഡെൽറ്റ എ ബി. എ ബി എന്നുള്ളൊരു ബോണ്ടാണെങ്കിൽ റൂട്ട് ഇൻറ്റു ഡെൽറ്റ എ ബി. ഇതിലെ കൈ എ മൈനസ് കൈ ബി എന്നുള്ളതാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. എ എന്നുള്ളൊരു ആറ്റം, ബി എന്നുള്ളൊരു ആറ്റം, എ ബി ബോണ്ടില് ഇതിന്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്തിന് പ്രപ്പോർഷണൽ ആണ്? പാർഷ്യൽ അയോണിക് ക്യാരക്ടർ. അയോണിക് ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ ബി ബോണ്ടിന് കംപ്ലീറ്റ് അയോണിക് ക്യാരക്ടർ വരുന്നത്. കംപ്ലീറ്റ് അയോണിക് ആവണത് എപ്പോഴാ? ഇത് കംപ്ലീറ്റ് അയോണിക് ആവണമെങ്കിൽ എ പ്ലസും ബി മൈനസും ഉണ്ടാവണം. ഇനി ഈ ബോണ്ടത്തെ ഇലക്ട്രോൺസ് കുറച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് വിചാരിക്കും. ഇതിന് ചെറിയൊരു ടെൻഡൻസി ഉള്ളൂ വെച്ചാല്. ഇങ്ങനത്തെ കേസിൽ പാർഷ്യൽ അയോണിക് ക്യാരക്ടർ ഫോം ചെയ്യും. പാർഷ്യൽ അതിനെ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? ഡെൽറ്റ. അപ്പോൾ എക്ക് ഒരു ഡെൽറ്റ പ്ലസും ബിക്ക് ഒരു ഡെൽറ്റ മൈനസും. അപ്പോൾ ഈ ഇതിനെയാണ് നമ്മൾ പാർഷ്യൽ അയോണിക് ക്യാരക്ടർ എന്ന് പറയുന്നത്. പാർഷ്യൽ അയോണിക് ക്യാരക്ടർ. പാർഷ്യൽ ആയിട്ടേ ഉള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. കംപ്ലീറ്റ് ആയിട്ട് ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് പ്ലസും മൈനസും ആയി മാറും. പാർഷ്യൽ ആണെങ്കിൽ ഡെൽറ്റ പ്ലസ് ഡെൽറ്റ മൈനസ്. ഓക്കെ, അപ്പോ ഈ ബേബി ബോണ്ടിന് ഒരു പാർഷ്യൽ അയോണിക് ക്യാരക്ടർ ഫോം ചെയ്യും. ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഒരു അയോണിക് ക്യാരക്ടർ ഫോം ചെയ്യും. അപ്പൊ അതിന് ഈക്വൽ ആണ്, അതിന് പ്രപ്പോർഷണൽ ആണ് എന്താ ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ്. ഇനി ആ പ്രപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു വാല്യൂ അവിടെ അസൈൻ ചെയ്തു. കൈ എ മൈനസ് കൈ ബി ഈസ് ഈക്വൽ ടു ബി. കൈ എ മൈനസ് കൈ ബി ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഡെൽറ്റ എ ബി. ഈ കെന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ്പെരിമെന്റലി കെന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഈക്വൽ ടു 0.182. അപ്പൊ എന്ത് വരും? 0.182 ഇൻറ്റു റൂട്ട് ഡെൽറ്റ എ ബി. അപ്പൊ നമുക്ക് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിഫറൻസ് എന്തെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, കെന്റെ വാല്യൂ 0.182 ആണ്. ഇനി ഇത് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓരോ ആറ്റത്തിനും ഓരോ വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ട്. ഹൈഡ്രജൻ എന്ത് ചെയ്തു? ഹൈഡ്രജൻ ആറ്റത്തിന് 2.1 അസൈൻ ചെയ്തു. ഫ്ലൂറിൻ ആണ് ദ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം അല്ലെ? ഫ്ലൂറിൻ ആറ്റം ആണ് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറയുന്നത്. അതേപോലെ അയഡിൻ ലീസ്റ്റ് ആണ്. പിന്നെ സീഷ്യം എന്ന് പറയുന്നതാണ് ലീസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആറ്റം. ഇതൊക്കെ നമ്മൾ പറയും. ഇപ്പൊ ഫ്ലൂറിൻ ആണ് ഹൈ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള ആള്. ഓക്കെ, ഇനി ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ലിനസ് പോളിംഗ് സ്കെയിൽ ഇൻവെന്റ് ചെയ്ത ഇക്വേഷൻ കൈ എ മൈനസ് കൈ ബി ഇസ് ഈക്വൽ ടു 0.182 ഇൻറ്റു ഡെൽറ്റ എ ബി. ഇനി നമുക്ക് ഇതിൽ ഡെൽറ്റ എ ബി കണ്ടുപിടിക്കണ്ടേ? ഈ ഡെൽറ്റ എ ബി എന്നുള്ളതിനെ പറയണത് റെസൊണൻസ് എനർജിയാണ്. ഡെൽറ്റ എ ബി എന്ന് പറഞ്ഞാൽ റെസൊണൻസ് എനർജി. ദിസ് ഇസ് കോൾഡ് റെസൊണൻസ് എനർജി ആണ്. ഡെൽറ്റ എ ബി ഈസ് കോൾഡ് റെസൊണൻസ് എനർജി. ഇനി ഡെൽറ്റ എ ബി കണ്ടുപിടിക്കുന്നത്, ഡെൽറ്റ എ ബി നമുക്ക് കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇ എ ബി മൈനസ് ഇ എ എ ഇൻറ്റു ഇ ബി ബി the whole raised to 1/2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഡെൽറ്റ എബിയുടെ ഇക്വേഷൻ ഇ എ ബി മൈനസ് ഇ എ എ ഇൻറ്റു ഇ ബി ബി. അതില്
ഈ എ ബി എന്ന് പറയുന്നത് എനർജി ഓഫ് ദ എ ബി ബോണ്ടിന്റെ എനർജിയാണ്. നമ്മൾ ആദ്യം പറഞ്ഞു ബോണ്ട് ഡിസോസിയേഷൻ എനർജീനെ ബേസ് ചെയ്തിട്ടാണ് പോളിങ്സ് ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയിൽ കൊണ്ടുവന്നത്. പോളിംഗ് സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. അപ്പൊ എ ബി ബോണ്ടിന്റെ ഡിസോസിയേഷൻ എനർജി, എ ബി ബോണ്ടിന്റെ എനർജിയാണ് ഇ എ ബി. ആൻഡ് ഇ എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ എ ബോണ്ടിന്റെ എ ബോണ്ട്. ദെൻ ബി ബി എന്ന് പറയുന്നത് ബി ബി ബോണ്ടിന്റെ എനർജി ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഡെൽറ്റ എ ബിനെ പറയുന്നത് റെസൊണൻസ് എനർജി. ഇത് ഈ കാൽക്കുലേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെൽറ്റ എ ബി കണ്ടുപിടിച്ചു. ഡെൽറ്റ എ ബി കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ കൈ എ മൈനസ് കൈ ബി ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു റൂട്ട് ഡെൽറ്റ എ ബി വെച്ചിട്ട് ഇലക്ട്രോനെഗറ്റിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നെക്സ്റ്റ് വരുന്നത് മുള്ളിക്കൻ സ്കെയിലാണ്. മുള്ളിക്കൻ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. മുള്ളിക്കൻ. ഓക്കെ, മുള്ളിക്കൻ സ്കെയിലു കേട്ടോ. മുള്ളിക്കൻ സ്കെയിൽ. Mulliken scale of electronegativity. Mullikens defined electronegativity as the arithmetic mean of ionization energy and electron affinity. അയണൈസേഷൻ എനർജിയുടെയും ഇലക്ട്രോൺ അഫിനിറ്റിയുടെയും അരിത്തമെറ്റിക് മീൻ ആയിട്ടാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി മുള്ളിക്കൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് റെപ്രസെന്റന്റ് കൈ എം ഈസ് ഈക്വൽ ടു ഐ ഇ പ്ലസ് ഇ എ ബൈ 2. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അയണൈസേഷൻ എനർജി ഒരു ആറ്റത്തിന്റെ അറിഞ്ഞാൽ, അതേപോലെ ഇലക്ട്രോൺ അഫിനിറ്റി ഒരു ആറ്റത്തിന്റെ അറിയുകയാണെങ്കിൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കാം? ഇലക്ട്രോനെഗറ്റിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ മുള്ളിക്കൻസ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രോനെഗറ്റിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ പോളിംഗ് സ്കെയിലുമായിട്ട് കോറിലേറ്റ് ചെയ്യണം. കാരണം പോളിംഗ് സ്കെയിലാണ് വൈഡ്ലി ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോനെഗറ്റിവിറ്റി സ്കെയില്. സോ അത് മുള്ളിക്കൻ സ്കെയില് പോളിംഗ് സ്കെയിലുമായിട്ട്, ഇത് പോളിംഗ് സ്കെയിലുമായിട്ട് കോറിലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദ ഇക്വേഷനെ അത് ഒരേപോലെ കിട്ടണമെങ്കിൽ ഒരു 2.8 എന്നുള്ള ഒരു ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഐ ഇ പ്ലസ് ഇ എ ബൈ 5.6 എന്ന് വരും. അപ്പോൾ മുള്ളിക്കൻ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റിയുടെ ഇക്വേഷൻ ആണ് കൈ എം ഈസ് ഈക്വൽ ടു ഐ ഇ പ്ലസ് ഇ എ ബൈ 5.6. ഓക്കെ, അപ്പൊ പോളിംഗ് സ്കെയിൽ പഠിച്ചു, ദെൻ മുള്ളിക്കൻ സ്കെയിൽ പഠിച്ചു. ഇനി വേറൊന്നുള്ളത് ആൽഫ്രഡ് റോഷോ സ്കെയിലാണ്. ആൽഫ്രഡ് റോഷോ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ആൽഫ്രഡ് റോഷോ. ആൽഫ്രഡ് ആൽഫ്രഡ് റോഷോസ് സ്കെയിൽ. ആൽഫ്രഡ് ROCHOW, എസ് ഇല്ല കേട്ടോ. ഓക്കെ, ROCHOW, ആൽഫ്രഡ് റോഷോ സ്കെയിൽ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി. 3 സ്കെയിലാണുള്ളത്. ഒന്ന് പോളിംഗ് സ്കെയിൽ നമ്മൾ പഠിച്ചു, ദെൻ മുള്ളിക്കൻ സ്കെയിൽ പഠിച്ചു, ദെൻ തേർഡ് വൺ ആൽഫ്രഡ് റോഷോ സ്കെയിൽ. ഇനി ഇത് ബേസ് ചെയ്യുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനെയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷനെ ബേസ് ചെയ്തിട്ടാണ് ആൽഫ്രഡ് റോഷോ സ്കെയിൽ ഉള്ളത്. ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ് ഇവിടെ ബേസിസ് ആക്കിയിട്ടുള്ളത്. പോളിംഗ് സ്കെയിലാണെങ്കിൽ ബോണ്ട് ഡിസോസിയേഷൻ എനർജിയാണ്, മുള്ളിക്കൻ സ്കെയിലില് അയണൈസേഷൻ എനർജിയും ഇലക്ട്രോൺ അഫിനിറ്റിയും, ആൽഫ്രഡ് റോഷോ സ്കെയിലില് ഇലക്ട്രോസ്റ്റാറ്റിക് അട്രാക്ഷൻ ആണ്. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ഇനി അതിന്റെ ഇക്വേഷൻ കൈ എ ആർ എന്ന് പറഞ്ഞാൽ ആൽഫ്രഡ് റോഷോ, കൈ എ ആർ ഇസ് ഈക്വൽ ടു 0.359 സെറ്റ് ഇഫക്റ്റീവ് divided by r square plus 0.744. ഇതാണ് വരുന്നത്. 0.359 സെറ്റ് എഫക്റ്റീവ് ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് 0.744. ഇതാണ് നമ്മുടെ ആൽഫ്രഡ് റോഷോ സ്കെയിലിന്റെ ഇക്വേഷൻ. ഇവിടെ സെറ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഇഫക്റ്റീവ് എന്നുള്ളതിനർത്ഥം
ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് എന്നുള്ളതാണ്. ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ്. സെറ്റ് എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് ആണ്. അവിടെ R എന്ന് പറയുന്നത് കോവാലന്റ് റേഡിയസ് ആണ്. ഓക്കെ, R എന്നുള്ളത് കോവാലന്റ് റേഡിയസ് ആണ്. ഇനി ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യണത് നമ്മൾ വേറൊരു മെത്തേഡ് വഴിയാണ്, സെറ്റ് എഫക്റ്റ്. അപ്പോൾ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് Alfred Rosho scale based on electrostatic force of attraction, and the electronegativity is calculated using effective nuclear charge and R, like covalent radius. Z effective is calculated using the method. അത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ലേറ്റേഴ്സ് റൂള്. സെറ്റ് എഫക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സ്ലേറ്റേഴ്സ് റൂൾസ് വെച്ചാണ്. സ്ലേറ്റർ എന്നുള്ളൊരു സയന്റിസ്റ്റ് കുറച്ച് റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ സെറ്റ് എഫക്റ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുക, സ്ലേറ്റേഴ്സ് റൂൾ വെച്ചിട്ട്.